ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എങ്ങനെ നമ്മുടെ ബാച്ചിലേഴ്സ് ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണ്? ഫുഡല്ലേ. എങ്ങനെ കുക്കറിൽ എളുപ്പം റൈസ് കുക്ക് ചെയ്യാം, അതേപോലെ കഞ്ഞി വെക്കാം എന്നതാണ് ഇന്നത്തെ എന്റെ ബ്ലോഗ്. ഒരു 4 വട്ടമെങ്കിലും അരി കഴുകേണ്ടതുണ്ട്. അരി കഴുകാം. അരി കഴുകുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിയിൽ ഒരു പശയുണ്ട്, ഒരു കളറുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയാലും മിനിമം ഒരു 3 വട്ടമെങ്കിലും കഴുകി ഈ വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, മറിക്കുക. ഏറെക്കുറെ നമ്മൾ 3 വട്ടം അരി കഴുകി തീരാറായി. അധികം വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ, ഞാനിപ്പോൾ ഈ ബ്ലോഗിന് വേണ്ടിയിട്ടാണ്. ഏറെക്കുറെ അരി കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വെള്ളമൊക്കെ നമ്മൾ മറിച്ച് കളയുന്നുണ്ട്. ഏകദേശം കണ്ടോ, അരിൻ്റെ കളർ ഏകദേശം മട്ടേരിയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കളർ ഏകദേശം കണ്ടില്ല, വൈറ്റ് കളറായി. ഇനി ഏകദേശം ഈ വെള്ളം മൊത്തം നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ കുക്കറിലേക്ക് ഈ അരി മാറ്റണം. ഇപ്പം നമ്മൾ കുക്കർ കഴുകി എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് ഈ അരി മാറ്റാം. ഇപ്പോൾ കഴുകിയ അരി കുക്കറിലുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിൽ വെള്ളം നിറച്ച് നമുക്കിത് അടുപ്പത്ത് വെക്കാം. പിന്നെ ഒരു കാര്യം, അരി കഴുകുമ്പോഴും കുക്കറിൽ നിറയ്ക്കുമ്പോഴൊക്കെ അന്നം ബ്രഹ്മമാണ്, ഒരിക്കലും അരി കളയരുത് കേട്ടോ. വെള്ളം നിറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുക്കറിൻ്റെ ആ 2 ബോൾട്ട് കണ്ടോ, ഈ അവിടം വരെ മാക്സിമം വെള്ളം നിറയ്ക്കാൻ പാടില്ല. വെള്ളം എടുത്തപ്പോൾ ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് വെള്ളം പുറത്തേക്ക് കളയാണ്. ഇനി നമുക്കിത് അടുപ്പ് വെക്കാം. നമ്മൾ അടുപ്പ് വെച്ചേക്കുവാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലേശം ഉപ്പിടുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓപ്ഷനിലാണ്, എന്നാലും എന്തൊരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റാണ് ഉപ്പ് വേണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് കുക്കർ അതിനകത്ത് നമ്മളിപ്പോൾ വെച്ച് വിടുക. അപ്പോൾ നിങ്ങൾ പറയും ഇതിൻ്റെ മേലുള്ള വിസിൽ എന്ത് ചെയ്യുന്നു. അപ്പോൾ വിസിൽ ഇപ്പോഴും പെട്ടെന്ന് തന്നെ ഇടാതെ ഒരു 1 or 2 minutes കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗ്യാസ് ലാഭിക്കാം. നമ്മൾ അരി കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള സമയത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. വിസിൽ വന്ന സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കറിൻ്റെ വിസിൽ പതിയെ. കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ തന്നെ വെക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് ഈ ഉള്ളിലായ പ്രഷർ കൊണ്ട് അത് നല്ല കഞ്ഞിയായി മാറും, ചൂട് കഞ്ഞിയായിട്ട് മാറും. ഇനിയിപ്പോൾ കുറച്ച് അരിക്കൊക്കെ ഇച്ചിരി ബലം വേണം, അല്ലെങ്കിൽ കഞ്ഞി അങ്ങനെ കുഴഞ്ഞിരിക്കരുതെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ഇതിന് പ്രഷർ കളയുക. ഇനിയിപ്പോൾ അതല്ല, ചോറായിട്ടാണെങ്കിൽ ഈ പ്രഷർ നല്ല രീതിയിൽ തന്നെ പുറത്ത് കളയുക. അപ്പം നമുക്ക് എന്താണ്, ചോറായതുകൊണ്ട് നമ്മൾ ഈ പ്രഷർ കളയാണ്. അപ്പം നമ്മൾ ആ കുക്കറിൽ പ്രഷർ കളയുകയാണ്. ഫുള്ളായിട്ട് കളയണ്ട, എന്നാൽ ഒരു നേര് കൊണ്ട് കളയുക. അപ്പോൾ കുക്കറിൽ ഇത് മൊത്തത്തിലുള്ള ആ ഒരു എയർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ തുറക്കുകയാണ്. ഇപ്പോൾ ഉണ്ടോ ആവി പറക്കുന്ന ചോറ് കണ്ടോ. ഇനി ഇതിൽ നിന്ന് ആ ബാക്കി വെള്ളം കൂടെ നമുക്ക് പതുക്കി ഊറ്റി മാറ്റാം. ചോറിലുള്ള വെള്ളം മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിനെ ഒരു ചെരുവത്തിലേക്ക് ആ വെള്ളം പതിയെ ഊറ്റി മാറ്റാം. നമ്മൾ കുക്കറിൽ വെച്ച അരി ചോറായി മാറിയിട്ടുണ്ട്. അടിപൊളി ചോറ്. ഇനി ഇതൊരിക്കലും എന്ത് ചെയ്യരുത്, അടച്ചു വെക്കരുത്, അടച്ച് തുറന്ന് വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ചോറിന് ഇതിന് ചൂടുണ്ട്, അതുകൊണ്ട് വീണ്ടും അത് കുഴയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കഞ്ഞി കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഈ വെള്ളം കളയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൈബറിൻ്റെ കണ്ടൻ്റ് ഉള്ളതാണ്. നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ പണ്ട് നമ്മൾ കുടിക്കാൻ നമ്മൾ കുടിക്കില്ല, പക്ഷേ ഏറ്റവും നല്ല പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ്. നമ്മൾ ചെരുവത്തിലേക്ക് ചോറ് മാറ്റുകയാണ്. എന്ത് റെഡിയായിരുന്നു? ആവി പറക്കുന്നുണ്ടോ ചോറുണ്ടോ. ഇത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര എളുപ്പത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് കുക്കറിൽ ചോറ് വെക്കാം. മറ്റേ നമുക്ക് ചോറ് ഉണ്ടാക്കിയാൽ മാത്രം വരെ അത് ഏറ്റവും രുചികരമായിട്ട് നമ്മൾ കഴിക്കാൻ കൂടെ പഠിക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടൗണിൽ നിന്ന് ഒരു കേട് മേടിക്കുക. കേടിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊന്ന് മിക്സിയിലടിക്കുക. അതും നമ്മുടെ അച്ചാറൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുപോലെ പെട്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈവനിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മോർണിംഗ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം. അടുത്ത്